വയനാട്ടിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. പനമരം പുഞ്ചവയലിലെ കൃഷിയിടത്തിലാണ് 4 കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത്. ആനകളെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടി വനംവകുപ്പ് തുടരുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മഴക്കാലമായാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ആനയുടെ നിരന്തരമായ ശല്യം, പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ ഇപ്പോൾ നിരന്തരമായിട്ട് ചക്കയും മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ആന വന്നിട്ട് നിരന്തരം തോട്ടത്തിലൂടെ ശല്യം ചെയ്യുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നിലവിലൊരു നമുക്ക് ട്രെഞ്ചൊക്കെ ഉണ്ടായിരുന്നു, അത് നികത്തി ക്രാഷ് കാർഡ് ഫെൻസിങ് വരും എന്നുള്ള ഇതിൻ്റെ പേരിൽ തന്നെ ഒരു കരാറെടുക്കുകയും 3 വർഷമായിട്ട് നിലവിലുണ്ടായിരുന്ന ട്രെഞ്ചുകൾ ഇടിച്ചു നിരത്തി ഇപ്പോൾ നിലവിൽ റോഡ് പോലെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആന എവിടെ നിന്നാണ് വരുന്നത് എല്ലാ വശത്തു കൂടെ നിരന്നിറങ്ങി കൃത്യമായിട്ട് എസ്റ്റേറ്റുകളിൽ പോയി തങ്ങുകയും പകല് എന്നിട്ട് തന്നെ ഫോറസ്റ്റുകാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പകൽ ഇതിനെ തിരിച്ചോടിക്കുന്ന കാരണം കൊണ്ട് കൃഷിക്കാർക്കും വിദ്യാർത്ഥികൾക്കും നേരത്തെ പോകേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കമൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. കമൽ, 2 ആനകളെ നേരത്തെ തന്നെ തുരത്തിയിരുന്നു. മറ്റു ആനയെ തുരത്തുന്ന നടപടി ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? രാത്രിയിലും ശ്രമം തുടരുകയാണോ വനവകുപ്പ്? 2 ആനകളെ വൈകിട്ട് തന്നെ തുരത്തിയിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആനകളെ തുരത്തുന്ന ദൃശ്യങ്ങൾ. ആനകൾ കാട്ടിലേക്ക് കയറി എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷെ 2 ആനകൾ കൂടി എസ്റ്റേറ്റിന് അകത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ ആനകളെ ഇനി രാത്രി ഓടിക്കാം എന്ന നിലപാടിലാണ് വനംവകുപ്പ് ഉള്ളത്. കാരണം രാത്രി സ്വാഭാവികമായി തന്നെ ആനകൾ കാടിന്റെ സമീപത്തേക്ക് നീങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഉച്ചയ്ക്ക് തന്നെ നൽകിയിരുന്നു. പനമരത്തിനടുത്ത് അമ്മാനി നീർവാരം മേഖലയിലാണ് ഇത്തരത്തിൽ ആനകൾ ഇറങ്ങിയത്. ഈ പ്രദേശത്ത് നിരന്തരം കാട്ടാന ശല്യം ഉണ്ടാകുന്ന സ്ഥലമാണ്. ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതാണ്. അവിടെ നേരത്തെ കിടങ്ങുകൾ ഉണ്ടായിരുന്നു, അപ്പൊ കുറച്ചൊക്കെ ആനകളെ പ്രതിരോധിക്കാനാവുമായിരുന്നു. പക്ഷെ പുതിയ ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് സർക്കാർ അനുവദിച്ചിരുന്നു. അത് നിർമ്മിക്കാനെന്ന പേരിൽ ഒരാൾ കരാറെടുക്കുകയും കിടങ്ങുകളൊക്കെ തൂർത്ത് അവിടെ ഇതിന്റെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. പക്ഷെ അത് എവിടെയും പൂർത്തിയായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആനകൾക്ക് യഥേഷ്ടം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാവുന്ന അവസ്ഥയാണ് ആ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരം ആനകൾ ഇറങ്ങുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും രാത്രിയിൽ ബാക്കി ഇപ്പോഴും എസ്റ്റേറ്റിൽ തന്നെ തമ്പടിച്ചിരിക്കുന്ന 2 ആനകളെ തുരത്താനുള്ള നടപടി രാത്രിയിൽ തുടരുമെന്നുള്ള വിവരമാണ് കമൽ നൽകുന്നത്.